Hi dears, it's me Adarsh from our solution. ഇനി അതിന് വേറെ സൊല്യൂഷൻ. മക്കളെ നമ്മളിന്ന് മൂന്നാമത്തെ ചാപ്റ്ററിലെ എസ്സേ ക്വസ്റ്റ്യൻസ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ മൂന്നാമത്തെ ചാപ്റ്ററിലെ തേർഡ് ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് അല്ലേ. അതായത് കഴിഞ്ഞ എക്സാമിന് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് മൂന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആയിട്ട് നമുക്ക് തേർഡ് ചാപ്റ്ററിനെ പറയാൻ പറ്റും. ഓക്കെ, ഏതായിരുന്നു ചാപ്റ്റർ? ഫ്രം ദ റെയിനി ഫോറസ്റ്റ് ടു ദ ലാൻഡ് ഓഫ് പെർമാഫ്രോസ്റ്റ്, മഴക്കാടുകളിൽ നിന്നും മഞ്ഞുരുകാത്ത നാട്ടിലേക്ക് എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ഇവിടെ നിന്നും എസ്സേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്, ഉറപ്പായിട്ടും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഷുവർ ക്വസ്റ്റ്യൻ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. എസ്സേ ക്വസ്റ്റ്യൻ ഏതൊക്കെയാണെന്നാണ് നമ്മൾ ഈ വീഡിയോ നോക്കുന്നത്. എന്റെ മക്കൾ എന്ത് ചെയ്യണം? അവസാനം വരെ വീഡിയോ കാണാം. നിങ്ങൾ എന്ത് ചെയ്യരുത്? മിസ്സാക്കരുത്. കാരണം ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാണുന്ന ആളുകൾ ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ സെറ്റ് അല്ലേ? നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ: compare the equatorial climatic region and the tundra region based on the indicators given below. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്നവ സൂചകങ്ങളെ അടിസ്ഥാനമാക്കി ഭൂമധ്യരേഖ കാലാവസ്ഥ മേഖലയും ടണ്ട്ര കാലാവസ്ഥ മേഖലയും താരതമ്യം ചെയ്യുക എന്നാണ് പറയുന്നത്. ഇതിൽ ചോദിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. കമ്പാരിസൺ തന്നെയായിരിക്കും ചോദിക്കുക. ഓക്കെ, അതായത് നമ്മുടെ ഭൂമധ്യരേഖ കാലാവസ്ഥ മേഖലയും ടണ്ട്ര മേഖലയും തമ്മിൽ എന്ത് ചെയ്യും? കമ്പാരിസൺ വെച്ചുകൊണ്ട് ഒരു ചോദ്യം ഉറപ്പായിട്ടും നിങ്ങൾ ചോദിക്കാം. അതും എസ്സേ ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അത് അതേപോലെ തന്നെ നിങ്ങൾ പഠിക്കുക. പ്രധാനമായിട്ടും ചിലപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് നിങ്ങൾക്ക് തരാൻ ചാൻസ് ഉണ്ട്. അതായത് നിങ്ങൾ പറയേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ക്ലൈമറ്റിനെ കുറിച്ച് നിങ്ങൾ ഉറപ്പായിട്ട് സംസാരിച്ചിരിക്കണം അല്ലേ. പിന്നെന്താ? പ്രകൃതിദത്തമായിട്ടുള്ള സസ്യങ്ങൾ, നാച്ചുറൽ വെജിറ്റേഷനെ കുറിച്ച് ഉറപ്പായിട്ടും നിങ്ങൾ സംസാരിക്കണം. അതുപോലെ തന്നെ അവിടുത്തെ കൃഷിരീതികൾ, അഗ്രികൾച്ചറിനെ കുറിച്ചും ഉറപ്പായിട്ടും നിങ്ങളുടെ ഉത്തരത്തിൽ നിങ്ങൾ പറഞ്ഞിരിക്കണം. അതിനാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുക. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇതാണ് ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമ്മൾ അതിനെ ആൻസർ ചെയ്യുക? നോക്കിക്കോ. ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ ആദ്യം നമുക്ക് എടുത്ത് എഴുതാം. അതിൽ അവിടെ എന്താണ്? ഹൈ ടെമ്പറേച്ചർ ആൻഡ് ഹെവി റെയിൻഫാൾ ആൻഡ് ആർ എക്സ്പീരിയൻസ്ഡ് ത്രൂ ഔട്ട് ദ ഇയർ ആണ് അല്ലേ. ഒരു വർഷം മുഴുവൻ എന്താ അവിടുത്തെ അവസ്ഥ? വർഷം മുഴുവൻ ഉയർന്ന താപനിലയും അതുപോലെ തന്നെ ഉയർന്ന മഴയും ലഭിക്കുന്ന സ്ഥലങ്ങളാണ് നമ്മുടെ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ, ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല എന്ന് പറയുന്നത്. ആദ്യം അത് തന്നെ എഴുതി കൊടുക്കട്ടോ, അത് കൃത്യമായിട്ട് എഴുതി കൊടുക്കുക. അതിന്റെ കൂടെ തന്നെ നാച്ചുറൽ വെജിറ്റേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം. അവിടെ റെയിനി ഫോറസ്റ്റ് ആണ്, എവർഗ്രീൻ ആയിട്ടുള്ള റെയിനി ഫോറസ്റ്റ് ആണ് നമുക്ക് അവിടെ കാണാൻ പറ്റുക. നിത്യഹരിത വനങ്ങളാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുക. മഴക്കാടുകളാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് അവിടെ കാണാൻ പറ്റുക എന്നുള്ള കാര്യം മക്കൾ എന്ത് ചെയ്യുക? എഴുതി വെക്കുക. ഇനി എന്താ? അഗ്രികൾച്ചറിന്റെ കാര്യം എടുത്തു നോക്കിയാൽ നമുക്ക് ഏറ്റവും കൂടുതൽ അവിടെ അഗ്രികൾച്ചർ സിസ്റ്റം കാണുന്നത്, അല്ലെങ്കിൽ ഏത് തരത്തിലാണെന്ന് ചോദിച്ചാൽ അത് പ്ലാന്റേഷൻ കൃഷിയാണ് കൂടുതൽ കാണുന്നത് അല്ലേ. പ്ലാന്റേഷൻ ക്രോപ്സ് ആണ് കൂടുതൽ കാണുന്നത്. തോട്ടവിള കൃഷികളാണ് നമ്മൾ കാണുന്നത്. ഓൾറെഡി നമ്മൾ പഠിച്ചാണ് അല്ലേ. കൊക്കോ, തേയില അല്ലെ, കാപ്പി പോലത്തെ കാര്യങ്ങളൊക്കെ അവിടെ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അത് എപ്പോഴായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്? നമ്മൾ യൂറോപ്യന്മാരൊക്കെ വന്നതിന് ശേഷമാണ് അവിടെ ഇത്തരത്തിലുള്ള പ്ലാന്റേഷൻ കൃഷി അവിടെ വ്യാപകമായിട്ടുണ്ടായിരുന്നുള്ള കൂടെ എന്ത് ചെയ്യുക? നിങ്ങൾ മൈൻഡിൽ വെക്കുക. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ, നമ്മുടെ വെട്ടിച്ചുട്ട് കൃഷി എന്നൊക്കെ നമ്മൾ പേര് വിളിച്ചിരുന്നു അല്ലേ. അതും കൂടി ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും കൂടി എന്ത് ചെയ്യണം? മക്കൾ കറക്റ്റായിട്ടൊന്ന് ആലോചിച്ച് വെക്കുന്നത് വളരെ നന്നായിരിക്കും കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ടണ്ട്ര റീജിയനിലേക്ക് പോവുകയാണെങ്കിൽ ആദ്യം നമുക്ക് ക്ലൈമറ്റിനെ കുറിച്ച് തന്നെ പറയാം, കാലാവസ്ഥയെ കുറിച്ച് തന്നെ ആദ്യം പറയാം. അവിടെ കോൾഡ് വെതർ പ്രിവൈൽ ത്രൂ ഔട്ട് ദ ഇയർ അല്ലേ. അവിടെ എന്താ അവസ്ഥ? അവിടെ നല്ല തണുത്ത റീജിയൻ ആണ് അല്ലേ. അവിടെ നല്ല തണുപ്പുള്ള പ്രദേശമാണ്, മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ത്രൂ ഔട്ട് ഇയറിൽ എന്തായിരിക്കും? നല്ല തണുപ്പായിരിക്കും. അതുപോലെ തന്നെ അവിടെ കുറഞ്ഞ സമ്മറാണ് ഉണ്ടാവുക, വേനൽക്കാലമാണ് ഉണ്ടാവുക. അതേസമയം ദീർഘകാലമായിട്ടുള്ള ലോങ് ആയിട്ടുള്ള വിന്റർ സീസണും നമുക്ക് കാണാൻ പറ്റും. അതാണ് അവിടുത്തെ കാലാവസ്ഥ എന്ന് പറയുന്നത്. ഇനി അവിടെ നാച്ചുറൽ വെജിറ്റേഷൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സസ്യങ്ങളുടെ കാര്യം നോക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള വലിയ തരത്തിലുള്ള സസ്യങ്ങളൊന്നും നമുക്ക് അവിടെ കാണാൻ പറ്റില്ല. അപ്പോൾ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ട്രീസ് ആർ ജനറലി ആബ്സെന്റ് ആണ് അല്ലേ. അവിടെ മരങ്ങളൊന്നും നമുക്ക് അധികം കാണാൻ കഴിയില്ല, ഇല്ല എന്ന് തന്നെ പറയാം അല്ലേ. മരങ്ങളൊന്നും നമുക്ക് അവിടെ ഇല്ല എന്ന് പറയാം അല്ലേ. പിന്നെ എന്താ അവിടെ ഉള്ളത്? കുറച്ച് മോസസ്, ലൈക്കൺസ്, ഷേർപ്സ് അല്ലെ, ബുഷസ് പോലത്തെ സാധനങ്ങളൊക്കെയാണ് അവിടെ നമുക്ക് കൂടുതൽ കാണാൻ പറ്റുക അല്ലെ. കുറ്റിച്ചെടികൾ, പായലുകൾ, ചെറിയ സസ്യങ്ങൾ, ലൈക്കൺസ് പോലത്തെ കാര്യങ്ങളാണ് നമുക്ക് അവിടെ സസ്യങ്ങളായിട്ട് നമുക്ക് കൂടുതൽ കാണാൻ പറ്റുക. ഇനി കൃഷിയുടെ കാര്യം, അഗ്രികൾച്ചറിന്റെ കാര്യം എടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും കൃഷി എന്താണ്? പൊതുവെ ഇവിടെ വളരെ കുറവാണ്. ചെറിയ പ്രദേശങ്ങളിൽ പയറ് പോലത്തെ, ചെറിയ ധാന്യങ്ങൾ പോലത്തെ, ഗ്രെയിൻസ് പോലത്തെ സാധനങ്ങളൊക്കെ ആളുകൾ കൃഷി ചെയ്യുന്നുണ്ടെന്നല്ലാതെ മറ്റൊരു തരത്തിലുള്ള കൃഷി രീതി നമുക്ക് അവിടെ കാണാൻ കഴിയുന്നില്ല. കാരണം അതിന് പറ്റിയൊരു ലാൻഡ് അല്ല നമുക്ക് അവിടെ കാണാൻ പറ്റുക. അതായത് മഞ്ഞ് മൂടി കിടക്കുന്നതാണ്. അവിടെ മണ്ണ്, സോയിൽ നമുക്ക് പുറത്ത് കാണുക എന്ന് പറയുന്നത് എന്താണ്? വളരെ വിരളമാണ്. അതുകൊണ്ട് കൃഷി എന്ന് പറയുന്ന കാര്യം എന്തല്ല, അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല എന്നുള്ള കാര്യം മക്കൾ മനസ്സിലാക്കുക. ഓക്കെ, ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം മക്കളോട് പറയാം. നമ്മുടെ
RMS ഫ്യൂച്ചർ ബാച്ച് അഡ്മിഷൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. 1800 രൂപ മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എന്ത് കിട്ടും? പബ്ലിക് എക്സാം ആണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിലേക്കുള്ള എല്ലാ സപ്പോർട്ടും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ആപ്പ് വഴി, നമ്മുടെ ബാച്ച് വഴി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ മക്കൾ എല്ലാവരും താല്പര്യമുണ്ട് എന്ത് ചെയ്യുക? താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാൽ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലേ. നിങ്ങൾക്കറിയാം നമ്മൾ പ്രഡിക്ഷൻ ക്വസ്റ്റ്യൻസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തരുന്നുണ്ട്. ഇതിനേക്കാളും അടിപൊളിയായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആപ്പിലെ മക്കൾക്ക് കുറേ അധികം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ കൊടുക്കുന്നുണ്ട്. മാത്രമല്ല നമ്മൾ ക്ലാസ്സുകളും നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അതായത് വൺ ഷോട്ടുകൾ, അതുപോലെ തന്നെ അതിൻ്റെ ക്യാപ്സ്യൂൾ നോട്ടുകൾ, അതുപോലെ തന്നെ ക്യാപ്സ്യൂൾ ക്ലാസ്സുകൾ, ലൈവ് ക്ലാസ്സുകൾ, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ ആപ്പുകളിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ മക്കൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യുക? ഒന്ന് ജോയിൻ ചെയ്യുക കേട്ടോ. പേരൻസിനോടൊക്കെ പറയുക 1800 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ അടുത്ത പബ്ലിക് എക്സാം വരെ നിങ്ങളെ റെഡിയാക്കുക. ആ ഒരു ഫുൾ A+ എന്ന് പറയുന്ന കാര്യം നമുക്ക് സെറ്റാക്കുക അല്ലേ. ഫുൾ A+ എന്ന് പറയുന്നതിനേക്കാളും നല്ലത് ഫുൾ മാർക്ക് എന്ന് പറയുന്ന കാര്യമാണ് അല്ലേ. ആ ഫുൾ മാർക്ക് എന്ന് പറയുന്ന കാര്യം നമ്മൾ നേടുക എന്നുള്ളതിന് നിങ്ങളെ പ്രിപ്പയർ ആക്കാൻ വേണ്ടി ഞങ്ങളെല്ലാം റെഡിയാണ്. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക? താല്പര്യം ഉറപ്പായിട്ട് താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് ഡീറ്റെയിൽസ് ഒന്ന് അറിഞ്ഞു നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് ഹൗ ദ അറൈവൽ ഓഫ് യൂറോപ്യൻസ് അഫക്റ്റഡ് ട്രഡീഷണൽ ലൈഫ് സ്റ്റൈൽ ഇൻ ബോത്ത് ഇക്വറ്റോറിയൽ ആൻഡ് ടണ്ട്ര റീജിയൻ. ഇവിടെ പ്രധാനപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. അതായത് യൂറോപ്യന്മാരുടെ വരവ് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയും ടണ്ട്ര പ്രദേശത്തെയും പരമ്പരാ ജീവിത രീതിയെ എങ്ങനെയാണ് ബാധിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ സ്വാധീനിച്ചിട്ടുള്ളത് എന്ന് വിശദമാക്കുക എന്നാണ് ചോദ്യം. അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. യൂറോപ്യന്മാരുടെ ആഗമനം അല്ലേ, യൂറോപ്യന്മാരെ എൻകൗണ്ടർ ചെയ്ത സമയത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ രണ്ട് പ്രദേശത്തെ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്നാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ അത് കൃത്യമായിട്ട് എഴുതി വെക്കുക. ആദ്യം യൂറോപ്യന്മാരുടെ വരവ് എന്ന് പറയുന്നത് അവരുടെ ട്രഡീഷണൽ ആയ ലൈഫ് സ്റ്റൈൽ എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? ചേഞ്ച് ആക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക. അതാണ് ആദ്യത്തെ പോയിന്റ് ആയിട്ട് എഴുതേണ്ടത്. ഇനി ഇക്വറ്റോറിയൽ റീജിയനിലാണെങ്കിൽ അവിടുത്തെ ഏറ്റവും വലിയ മാറ്റം എന്ന് പറയുന്നത് അഗ്രികൾച്ചറിലായിരുന്നു, കൃഷിയിലായിരുന്നു അല്ലെ. കൃഷിയിലാണെന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് റബ്ബർ, കോഫി, ഓയിൽ പാം അല്ലെ, അതുപോലെ തന്നെ കൊക്കോ പോലത്തെ പ്ലാന്റേഷൻ കൃഷികൾ, തോട്ടവിള കൃഷികൾ അവർ ആരംഭിച്ചു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അത് ആദ്യം എഴുതി വെക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം. അത് കൃത്യമായിട്ട് എന്ത് ചെയ്യണം? മക്കൾ മനസ്സിലാക്കണം കേട്ടോ. അവിടെ അവർ ഈ മാറ്റ കൃഷി അല്ലേ, അവർ പറയുന്ന പോലെ വെട്ടിച്ചുട്ട് കൃഷി പോലത്തെ കാര്യങ്ങളൊക്കെ, ഈ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ കാര്യങ്ങളൊക്കെ മാറിക്കൊണ്ട് തോട്ടവിള കൃഷി, പ്ലാന്റേഷൻ കൃഷി എന്ന രീതിയിലേക്ക് എന്ത് വന്നു? കാര്യങ്ങളൊക്കെ മാറി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ പ്രധാനമായിട്ട് നിങ്ങൾ എഴുതുക. ഇനി ടണ്ട്ര പ്രദേശത്തേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ എസ്കിമോസിനെ കുറിച്ചാണ് നമ്മൾ അവിടെ കൂടുതൽ പഠിക്കുന്നത്. അപ്പോൾ എസ്കിമോസിനെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അവിടുത്തെ യൂറോപ്യന്മാരുടെ സ്വാധീനം, ഇൻഫ്ലുവൻസ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പറയുന്നത്. അപ്പോൾ എസ്കിമോസിനെ വെച്ച് തന്നെ നമ്മൾ പറയാം. എന്താ എസ്കിമോസിനെ വെച്ച് പറയുക എന്ന് പറയുമ്പോൾ അവരുടെ ജീവിത രീതിയിൽ വലിയ മാറ്റങ്ങൾ യൂറോപ്യൻസ് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ. എന്തൊക്കെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്? അവർ അതുവരെ ഉണ്ടാക്കിയിരുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള അല്ലേ, അവരുടെ പരമ്പരാഗതമായിട്ടുള്ള വീടുകളൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? മാറാൻ തുടങ്ങി. ഇപ്പൊ ഇഗ്ലു ഒക്കെ മാറിയിട്ട് അവർ എന്ത് ചെയ്യാൻ തുടങ്ങി? സാധാരണ ഒരു വെസ്റ്റേൺ സ്റ്റൈലുള്ള വീടുകളൊക്കെ അവർ നിർമ്മിക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ കുട്ടികൾക്ക് മോഡേൺ എഡ്യൂക്കേഷൻ ഒക്കെ കൊടുക്കാൻ തുടങ്ങി. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അവിടെ കാണാൻ പറ്റുന്നതാണ്. മാത്രമല്ല അവരുടെ ചെറിയ തുഴയുന്ന ബോട്ടുകൾ ഉണ്ട് അല്ലേ, നമ്മളെ കയാക്കുകൾ എന്ന് പറയുന്ന ബോട്ടുകൾ, അതൊക്കെ റീപ്ലേസ് ചെയ്തുകൊണ്ട് മോട്ടോർ ബോട്ടുകളൊക്കെ അവിടെ സ്വാധീനം ചെലുത്തി. അവിടെ പുതിയ ബോട്ട് സംവിധാനങ്ങളൊക്കെ വന്നു. ബോട്ടുകൾ അവർ ഉപയോഗിക്കാൻ തുടങ്ങി. ആധുനിക സൗകര്യങ്ങളുള്ള വീടുകൾ അവർ നിർമ്മിച്ചു. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള മാറ്റം അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ള കാര്യം എന്ത് ചെയ്യാൻ നിങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുക. മാത്രമല്ല രോമമുള്ള മൃഗങ്ങളുണ്ട് അല്ലേ, അതായത് അവർ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള ഫാമുകൾ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഇവർ റൈൻഡിയറുകളെ ഉപയോഗിച്ചുകൊണ്ടൊക്കെ അവർ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? ഈ ഡ്രസ്സിന് വേണ്ടിയിട്ടൊക്കെ അവർ അതിനെ ഇപ്പം തോലൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു, രോമങ്ങൾ എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് ഒരു റൈൻഡിയറിനെ കണ്ട് അവർ വേട്ടയാടി അതിന് തോലെടുക്കുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട ഉദ്ദേശം. പക്ഷെ അത് മാറിക്കൊണ്ട് കൊമേഴ്ഷ്യലായിട്ട് ഇത്തരത്തിലുള്ള ജീവികൾ എന്ത് ചെയ്യാൻ തുടങ്ങി? അവർ ഫാം ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ഫാമിലിട്ട് വളർത്താൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ അതും ഒരു വലിയ മാറ്റമാണ്. അത് യൂറോപ്യന്മാർ വന്നത് സമയത്ത് ഉണ്ടായിട്ടുള്ള ഒരു വലിയ മാറ്റമായിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? നമുക്കിത് പറയാൻ പറ്റും. അതുപോലെ തന്നെ മൈനിങ് സ്റ്റാർട്ട് ചെയ്തതും ഏകദേശം ഈ സമയത്താണ്. അപ്പം മൈനിങ്ങും ഇവരുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് അവിടെ ഉണ്ടായി വന്നിട്ടുള്ള ഒരു സാമ്പത്തിക പ്രവർത്തനമാണ്, എക്കണോമിക് ആക്ടിവിറ്റി ആണെന്നുള്ള കാര്യം കൂടി മക്കൾ എന്ത് ചെയ്യാൻ മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക? മക്കൾ അടിപൊളിയായിട്ട് പഠിക്കണം. കാരണം ഉറപ്പായിട്ടും ഇതിൽ ഏതെങ്കിലും ഒന്ന് എന്തായാലും ചോദിക്കും. എസ്എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ ചിലപ്പോൾ 4 മാർക്കിനോ 3 മാർക്കിനോ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുക? മക്കൾ അടിപൊളിയായിട്ട് ചോദ്യങ്ങൾ പഠിക്കുക. നമുക്ക് വീണ്ടും കാണാം. അടുത്ത വീഡിയോ കാണുന്നവരേക്കും